രാഹുലിനെതിരെ പ്രസാധകയും മുൻ യൂത്ത് കോൺഗ്രസ് നേതാവുമായ എം.എ. ഷഹനാസ് വീണ്ടും രംഗത്തെത്തി. രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീ പീഡകനാണെന്നും കോഴിയാണെന്നുമാണ് ഷഹനാസ് ആരോപിക്കുന്നത്. തെറ്റുകാരനല്ലെന്ന് ആണയിട്ട് പറഞ്ഞതിനാലാണ് അതിജീവിതകൾ നൽകിയ പരാതികൾക്കെതിരെ മാനനഷ്ട കേസ് നൽകണമെന്ന് പറഞ്ഞത്. രാഹുലിന്റെ വെളിപ്പെടുത്തലിൽ തനിക്ക് അഴിഞ്ഞു വീഴാൻ ഒന്നുമില്ല. രാഹുലിന്റെ വീട്ടിലെത്താം, തന്റെ മുന്നിൽ നേരിലിരിക്കാമോ എന്നും ഷഹനാസ് ചോദിച്ചു. കോഴിക്കോട് നിന്ന് എം.എസ്. അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷിനൊപ്പം എം.എ. ഷഹനാസും. അനീഷ്, കഴിഞ്ഞ ദിവസം ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഷഹനാസിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചിരുന്നു. ഷഹനാസിനെതിരെ മാത്രമല്ല, രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ച ഓരോ യുവതികളെയും വെല്ലുവിളിക്കുന്നുണ്ട്. എന്താണ് ഇതിന് മറുപടിയായി ഷഹനാസ് ഇപ്പോൾ പറയുന്നത്? ടോം, നമുക്കൊപ്പം ഷഹനാസ് തന്നെയുണ്ട്. സ്വാഗതം. ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, ഇന്നിപ്പോൾ പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിയുടെ ഒരു കാര്യത്തിൽ തീരുമാനങ്ങൾ വരികയാണ്. കോൺഗ്രസ് ഇങ്ങനെ രാഹുലിനെ അയോഗ്യനാക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ എന്തിന് അയോഗ്യനാക്കണം എന്ന ചോദ്യം കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലടക്കം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്ത നടപടി വലിയ ഒരു കാര്യമായി ഉയർത്തിക്കാട്ടിയ ഒരു പാർട്ടിയാണ്, മുന്നണിയാണ്. ആ തീരുമാനത്തിൽ എന്ത് തോന്നുന്നു? അത് എത്രത്തോളം അതിൽ സത്യമുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഞാൻ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതും ജസ്റ്റ് ഒരു ന്യൂസ് ഫ്ലാഷ് കണ്ടതുമാണ് എനിക്കറിയാവുന്ന കാര്യം. അങ്ങനെ ഒരു കോൺഗ്രസ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ അത് വിഷമമുള്ള കാര്യമാണ്. ഞാൻ അടക്കമുള്ള കേരളത്തിലെ ഞാനൊരു കോൺഗ്രസിൻ്റെ ഭാരവാഹിയായിട്ട് കൺസിഡർ ചെയ്യേണ്ട, ഞാൻ കേരളത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയായിട്ട് മാത്രം കൺസിഡർ ചെയ്തിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇതിന് ഇരകളാക്കപ്പെട്ടിട്ടുള്ള സ്ത്രീകളടക്കമുള്ള ഒരുപാട് സ്ത്രീകളുടെ വേദനയുണ്ട് അവരുടെ ഈ തീരുമാനത്തിൽ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മികച്ച റിസൾട്ട് നേടിയ ആളുകളാണ്. ആ സമയത്താണ് നിങ്ങൾ ആലോചിക്കണം, രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. ആ പുറത്താക്കിയ സമയത്ത് ഞാനടക്കമുള്ള ആളുകൾ, ഞാൻ ഇലക്ഷൻ പ്രചരണത്തിന് പോയിട്ടുള്ള സ്ഥാനാർത്ഥികളടക്കമുള്ള ആളുകൾ തോൽക്കുമെന്ന് പറഞ്ഞ്, രാഹുൽ മാങ്കൂട്ടത്തിനെ പറഞ്ഞാൽ തോൽക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു സൈബർ വേട്ടയുണ്ടായിരുന്നു ഞങ്ങളെയൊക്കെ. പക്ഷേ അതിനെയൊക്കെ മറികടന്ന് കോൺഗ്രസ് എടുത്ത തീരുമാനം അതിധീരമായിരുന്നു. കേരളത്തിലെ സ്ത്രീകൾക്കൊപ്പമാണ്, അതിജീവിച്ചു വരുന്ന പെണ്ണുങ്ങൾക്കൊപ്പമാണ് എന്ന് വളരെ അഭിമാനത്തോടെ ഞാനടക്കമുള്ള ആളുകൾ കണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കോൺഗ്രസിന് അത്രയ്ക്ക് സ്ത്രീകൾ, അമ്മമാർ ചേർത്ത് പിടിച്ചൊരു സമയമാണ് ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ ഒരു റിസൾട്ട് കൂടിയാണ് ഈ വലിയ വിജയം എന്ന് വിശ്വസിക്കുന്ന ഒരു സ്ത്രീകളിൽ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഇത് സത്യമാണെങ്കിൽ അയാൾ രാജിവെക്കണം. അത് അയാൾക്ക് അല്പമെങ്കിലും നാണം അവശേഷിക്കുന്നുണ്ടെങ്കിൽ. ഞാൻ പറയട്ടെ, അൻവർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഈ ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ട് നിന്നിട്ടുണ്ടായിരുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം നിൽക്കുന്ന ഒരിടത്ത് പ്രശ്നമുണ്ടായി അതിനെ തുറന്നു കാണിച്ച് മുന്നോട്ട് വന്ന് അദ്ദേഹം വളരെ മാന്യമായി രാജിവെച്ച ആളാണ്. ഇതിൻ്റെ ഭാഗമായി നിന്ന് മത്സരിച്ചിട്ടുള്ള ഞാൻ ഇനി ഇതിൽ തുടരണ്ട എന്ന് ഒരു മനുഷ്യന് തോന്നേണ്ട മര്യാദയാണ്. അത് അൻവർ പാലിച്ചു എന്നതിൽ എനിക്ക് ആ മനുഷ്യനോട് വളരെ റെസ്പെക്റ്റാണ്. കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്കകത്തുനിന്ന് പുറത്താക്കിയിട്ടും MLA സ്ഥാനത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടം. രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോൾ സമൂഹം പറയുന്ന, അല്ലെങ്കിൽ ഈ നാട്ടിലെ ആണുങ്ങൾ പറയുന്ന, പുരുഷ കമ്മീഷൻ അടക്കം പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടുത്തെ നിയമം അനുശാസിക്കാത്തതൊന്നും രാഹുൽ മാങ്കൂട്ടം ചെയ്തിട്ടില്ല. അതായത് ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെ അവളെ കയറി പിടിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഒരുപാട് ഇരകൾ നമുക്ക് പിന്നിലുണ്ട്. ഒരു ഷെയ്ക്ക് ഹാൻഡ് പോലും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് ചാനലിൽ ഇരുന്ന് പറയുമ്പോൾ എത്രയോ ദിവസം ഇപ്പം ജയിലിൽ കിടന്ന ഒരാളാണ് അദ്ദേഹം. ഒരു MLA ആണ് അദ്ദേഹം. പക്ഷെ അവിടെയാണ് ഒരു തറയൊരുങ്ങുകയാണ് രാഹുലിന് വേണ്ടി. ഹൈക്കോടതിയിൽ നിന്നും പരാമർശങ്ങൾ വരുന്നു, അയാൾ അവിവാഹിതനാണ്, എത്ര സ്ത്രീകളുമായി ബന്ധപ്പെട്ടാൽ എന്താ കുഴപ്പം. ശ്രീനാദേവി കുഞ്ഞമ്മ വരുന്നു, പരസ്യമായി തന്നെ കളത്തിലിറങ്ങി ചർച്ചയിൽ വളരെ ഘോരഘോരം പറയുന്നു, പിന്നാലെ ജാമ്യം ലഭിക്കുന്നു, ചാനലിൽ വന്ന് മുഴുനീള ഇന്റർവ്യൂ നടത്തുന്നു, തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ഒരു അനുകൂലമായ തറയൊരുക്കം നടക്കുന്നുണ്ടോ? എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി ഇന്നലെ ചാനലിൽ വന്നിരുന്ന് സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ PR വർക്കിൻ്റെ ആദ്യത്തെ സ്റ്റേജാണ്. ജയിലിൽ നിന്ന് വന്നതിന് ശേഷം അദ്ദേഹം വളരെ ആലോചിച്ച് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള, പേരെടുത്ത് പറഞ്ഞിട്ടുള്ള, സ്വന്തം മുഖം മറയ്ക്കാതെ പറഞ്ഞിട്ടുള്ള കുറച്ച് സ്ത്രീകളെ പരാമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കൂടെ സെൽഫി എടുത്തു എന്ന് മറ്റൊരു സ്ത്രീയെക്കുറിച്ച് പറയുന്നുണ്ട്. അവരുടെ അമ്മയ്ക്ക് ബർത്ത്ഡേ വിഷസ് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്.
അങ്ങനെ കുറേ കാര്യങ്ങൾ അദ്ദേഹം അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. എന്നെക്കുറിച്ച് എൻ്റെ പേര് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടം. എൻ്റെ വലിയ സുഹൃത്താണ് എന്നാണ് പറഞ്ഞത്. സൗഹൃദത്തിന് എന്താണ് അദ്ദേഹം മാനദണ്ഡം കൽപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ലിറ്ററേച്ചർ ഫെസ്റ്റ് നടത്തണമെന്ന് പറയുന്നതാണോ? എൻ്റെ സാരി ഉടുത്ത ഫോട്ടോയ്ക്ക് കമൻ്റ് ഇട്ടിട്ട് സെക്സിയാണെന്ന് പറയുന്നതാണോ സൗഹൃദത്തിൻ്റെ മാനദണ്ഡം? എനിക്ക് അങ്ങനെ ഒരുപാട് കമൻസ് വരാറുണ്ട്. ഞാൻ അതിന് കോഴികളുടെ ഒരു പ്രാധാന്യം, രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു കോഴിയായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ അദ്ദേഹത്തിന് പാർട്ടി നൽകുന്നതാണ് MLA സ്ഥാനം, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം. നമ്മൾ അതൊക്കെ അംഗീകരിക്കേണ്ടി വരുന്ന ഒരു സ്ത്രീയാണ്. നമ്മളിതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല എന്നുള്ളത്, കോൺഗ്രസ്സിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. ആ ആളത് ധിക്കരിച്ചിട്ടൊന്നുമില്ല. ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ തെളിവുകൾ പറയും. ഞാനൊരു സാധനം കളവില്ലാതെ, എന്താ പറയുക, എൻ്റെ രേഖകളില്ലാതെ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ജീവിച്ചിരിക്കുന്ന ഏറ്റവും ശക്തരായിട്ട് കോൺഗ്രസ്സിൽ നിൽക്കുന്ന ആളുകളോട് ഞാൻ സംവദിച്ചതിൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. കോൺഗ്രസ്സിൽ നല്ല ചെറുപ്പക്കാരൊന്നും ഇല്ലാഞ്ഞിട്ടല്ല ഇവനെ പോലെയുള്ള സ്ത്രീപീഡ, അവനെന്തോ ഒരു ലൈംഗിക വൈകൃതമുണ്ട്. അതുകൊണ്ടാണല്ലോ ഒരേ സമയത്ത് അത് നിയമം അനുശാസിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു മനുഷ്യനായിട്ട് നമ്മളതിനെ അംഗീകരിക്കാൻ നമുക്ക് പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു നിയമം അതിനെ ആർക്കും ആരുടെ ഒപ്പം പോകാനുള്ള ഒരു നിയമ സംവിധാനം ഇവിടെ ഉണ്ട്. ഓക്കെ, അവൻ ചിലപ്പോൾ കേസ് ഊരിപ്പോരുമായിരിക്കും, സുഖമായിട്ട് ഊരിപ്പോരുമായിരിക്കും. പക്ഷെ അതിനപ്പുറമൊക്കെ അദ്ദേഹം ഒരു ജനകീയനാണ്. ജനങ്ങളാൽ തെരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധിയാണ്. ആ ജനപ്രതിനിധീൻ്റെ അടുത്ത് നാളെ ഒരു സ്ത്രീക്ക്, ഒരു പെൺകുട്ടിക്ക്, 10, 16, 17 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് കടന്നു ചെല്ലണമെങ്കിൽ ഇദ്ദേഹത്തെ പോലെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരാളല്ല എന്നൊരു ധാരണ, അദ്ദേഹം ഏത് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണോ നിൽക്കുന്നത് ആ പ്രസ്ഥാനം അത് കൃത്യമായിട്ട് അത് മനസ്സിലാക്കേണ്ട, അത് തിരുത്തേണ്ട ഒരു ആവശ്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. കാരണം ഒന്നല്ല പരാതികൾ. അദ്ദേഹത്തെ ഉമ്മൻചാണ്ടിയോടൊന്നും അനുമാനിക്കുന്നതിനോട് എനിക്ക് ഭയങ്കര അവജ്ഞയാണ്. കാരണം ഉമ്മൻചാണ്ടിയൊക്കെ ഒരു കേരള രാഷ്ട്രീയത്തിലെ ഒരു വലിയ മനുഷ്യനാണ്. അല്ല, പക്ഷേ ഷഹനാസ് ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയ ശേഷവും ഉപദേശം കൊടുത്തു എന്നാണ് പറയുന്നത്. മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം എന്ന് നൽകിയ ആളാണെന്നാണ് പറയുന്നത്. ഞാൻ മാനനഷ്ട കേസ് കൊടുക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ട് നീ തെറ്റ് ചെയ്തില്ലെങ്കിൽ മാനനഷ്ടത്തിന് പോകുന്നില്ല എന്നാണ് ഞാൻ ചോദിച്ചത്. ഓൻ എന്തിനാ ഈ നാട് മുഴുവൻ ഒളിച്ചോടി നടന്നത്? അവനൊരു MLA അല്ലേ? എന്തുകൊണ്ട് അവന് പിന്നെ എന്താ പറയുക, ഞാൻ മാധ്യമങ്ങളെ കാണാൻ അവൻ മിണ്ടിയിരുന്നോ മാധ്യമങ്ങളോട്? ഇന്നലെ ഹാഷ്മിയുടെ മുന്നിലല്ലേ മിണ്ടിയേ? നിങ്ങളൊന്ന് ചെന്ന് നോക്ക്. അവന് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവൻ ഉത്തരം പറയുമോ? നിങ്ങളൊന്ന് ചെന്ന് നോക്ക്. നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവില്ല ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവൻ ഉത്തരം പറയുമോ? അവൻ ഇന്നലെ 24 ചാനലിൽ എന്താ ചെയ്തത്? അവന് പറയാം. ഞാൻ ഇന്നലെ കണ്ട ചർച്ച എന്ന് പറയുന്നത് ഹാഷ്മിയെ രാഹുൽ മാങ്കൂട്ടം ഇന്റർവ്യൂ ചെയ്തതുപോലെയാണ്. വാക്കുകൾക്ക് പഞ്ഞമുള്ള ഒരാളൊന്നുമല്ല ഹാഷ്മി. ഘോരഘോരം പ്രസംഗിക്കുന്ന, സംസാരിക്കുന്ന ഹാഷ്മി എന്ന ഞാൻ റെസ്പെക്ട് ചെയ്തിരുന്ന ഒരാളാണ്. രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ വന്നപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഘോരമായി പറഞ്ഞ ഒരാളാണ്. അദ്ദേഹത്തിന് ചോദിക്കാൻ നിരവധി ചോദ്യങ്ങളുണ്ടായിരുന്നു. ഇന്നലെ പോലും പുറത്തു വന്ന എഡിറ്റ് ചെയ്യാത്ത വോയിസ് ക്ലിപ്പിൽ രാഹുൽ മാങ്കൂട്ടം പറയുന്ന അശ്ലീലപരമായിട്ടുള്ള മോശം വാക്കുകൾ, അതിനെക്കുറിച്ചൊരു വാക്ക് ചോദിച്ചോ? ഹാഷ്മി ചോദിച്ചോ? നിങ്ങൾ ആരെങ്കിലും കേട്ടോ? നിങ്ങളൊരു മാധ്യമ പ്രവർത്തകനാണ്. നിങ്ങൾക്കൊക്കെ എത്രമാത്രം ഇതിൽ ഒരാത്മാഭിമാനത്തോടെ നിൽക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് എൻ്റെ ഒരു ചോദ്യമാണ്. കാരണം അവൾക്കൊപ്പം എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല. ഒരു സ്ത്രീക്കൊപ്പം, മുഖം കാണിക്കാത്ത ഒരു സ്ത്രീക്കൊപ്പം ഞാനിതാണ് പ്രശ്നമെന്ന് നിങ്ങൾക്ക് എൻ്റെ ഫോണോ എൻ്റെ ഡീറ്റെയിൽസോ ഒക്കെ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്കൊരു അതിജീവിതവുമായിട്ട് പേഴ്സണൽ ബന്ധമില്ല. അല്ല, പക്ഷേ രാഹുൽ അത് തന്നെയാണ് പറയുന്നത്. നിങ്ങളുടെ ഫോണിൻ്റെ കാര്യം പറയുമ്പോൾ ഈ കർഷക സമരത്തിൽ പങ്കെടുത്ത കാര്യമായി ഒക്കെ സംസാരിക്കുന്നുണ്ട്. അത് പൂർണ്ണമായി പുറത്തു വിടുമെന്നാണ്. അവൻ വിടട്ടെ. അവൻ്റെ ആ ഡേറ്റ്, ഞാൻ എന്നാ ഡൽഹി പോയതെന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ തന്നെ ഭാരവാഹിയായ ഡോക്ടർ റിജി റഷീദ് ഉണ്ട്. ഞാൻ ആ സമയത്ത് സ്ക്രീൻഷോട്ട് ആ കുട്ടിക്ക് അയച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവൻ അയച്ച മെസ്സേജിന്റെ എല്ലാ കാലത്തും ഞാൻ സ്ക്രീൻഷോട്ട് അയച്ചിട്ടുണ്ട്. ഇവനെക്കുറിച്ച് ഹണി ഭാസ്കരൻ പറഞ്ഞില്ലേ? ഹണി ഭാസ്കരൻ ഇവനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ഷാർജ പുസ്തകോത്സവം നടക്കുന്ന സമയത്ത് ഇവൻ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹണി ഭാസ്കരന്റെ പുസ്തകം ഞാൻ പ്രകാശനം ചെയ്യട്ടെ എന്ന് വെച്ചിട്ട്. അല്ല, എൻ്റെ പുസ്തകം ഉണ്ടായിരുന്നു അവിടെ പ്രകാശനത്തിന്. ഞാൻ പറഞ്ഞു, എനിക്ക് നീ പുസ്തകം പ്രകാശനം ചെയ്യുന്ന താല്പര്യമില്ല, നീ വേണമെങ്കിൽ ഹണി ഭാസ്കരനെ ചെയ്തോന്ന് ഞാൻ അപ്പം പുച്ഛിച്ച് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു, നല്ല മാർക്കറ്റിംഗ് തന്ത്രമാണല്ലോ ഷഹനാസിന്. ഇപ്പം ഞാൻ ഹണി ഭാസ്കരന്റെ പുസ്തകം പ്രകാശനം ചെയ്താൽ നന്നായിട്ട് വിൽക്കപ്പെടും അല്ലേ?
ഞാൻ പറഞ്ഞു നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ ഹണി ഭാസ്കറിന്റെ പുസ്തകം പ്രകാശനം ചെയ്യേ, ഞാൻ എൻ്റെ അടുത്തുണ്ട് പിയാറ്റെ എന്ന് പറയുന്ന അവരുടെ നോവലുണ്ട്, നീ പ്രകാശനം ചെയ്യെന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴും എനിക്ക് ഇത്രത്തോളം സ്ത്രീകളുടെ വോയിസ് വന്നത് അതിനുശേഷമാണ് ഇവൻ ഇത്രയും പീഡിപ്പിക്കുന്ന ഒരാളാണെന്ന് പോലും ഞാൻ അറിയുന്നത്. ഇവൻ കോഴിയാണ് എന്നുള്ളത് തുടക്കത്തിലേ എനിക്കറിയാം. തുടക്കം മുതലേ ഇവൻ കോഴിയാണെന്നും ഇവൻ ലിറ്ററേച്ചർ ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വരുന്നത് എന്തിനാണ് എന്നും കാണണമെന്ന് പറയുന്നത് എന്തിനാണ് എന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധിയുള്ള ഒരു സ്ത്രീയാണ് ഞാൻ. രാഹുൽ മാങ്കൂട്ടത്തിനെ എന്തെങ്കിലും രീതിയിൽ എന്നെക്കുറിച്ച് മോശമായി പറയാനുള്ള സ്ക്രീൻഷോട്ട് ഉണ്ടെങ്കിൽ അവൻ പുറത്ത് വിടട്ടെ, അല്ലെങ്കിൽ ഞാൻ ഞാൻ തയ്യാറാണല്ലോ. ഞാൻ എൻ്റെ ഫോണ് ഒരാൾക്കും കൊടുക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ എൻ്റെ ഫോണ് ഇപ്പോഴും പോലീസുകാർക്ക് പോലും സ്വന്തം ഫോൺ കൊടുക്കാത്ത ആളാണ് രാഹുൽ മാങ്കൂട്ടം. എൻ്റെ ഫോൺ ഞാൻ എവിടെയും സമർപ്പിക്കാൻ റെഡിയാണ്. ഇപ്പോഴും ഞാൻ ഏത് തരത്തിലും നേരിടാൻ തയ്യാറാണ്. ഏത് തരത്തിലും നേരിടാൻ തയ്യാറാണ്. ഞാൻ എൻ്റെ ഫോൺ കൊടുക്കാം, എൻ്റെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാം, എൻ്റെ അക്കൗണ്ടിലേക്കോ എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിലേക്കോ എൻ്റെ കമ്പനി അക്കൗണ്ടിലേക്കോ ഏതെങ്കിലും തരത്തിൽ ഈ ഒരു വിഷയമായിട്ട് ഞാൻ പണം പറ്റിയെന്നൊന്ന് പറഞ്ഞ് ഞാൻ എല്ലാ അന്വേഷണങ്ങൾക്കും വിധേയമായി നിൽക്കാൻ ഇവിടെ തയ്യാറായി നിൽക്കുമ്പോൾ ഷഹനാസ് എന്ന് പറഞ്ഞിട്ട് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് എനിക്കും അങ്ങനത്തെ ഒരു പേടിയില്ല. അങ്ങനെ ഒരു പേടിയുള്ള സ്ത്രീ അല്ല ഞാൻ. അതാണ് അവന്റെ തെറ്റിദ്ധാരണ. അവനെ അമ്മ വളർത്തിയതാണെന്ന് അവൻ പറഞ്ഞു. അവനെ കഷ്ടപ്പെട്ട് വളർത്തിയതിന്റെ എന്തെങ്കിലും ഒരു ധാർമ്മികത അവന്റെ ജീവിതത്തിൽ പുലർത്തിയിട്ടുണ്ടെങ്കിൽ അവൻ ആ കുഞ്ഞുങ്ങളെ അബോർഷൻ ചെയ്യാനുള്ള ഗുളികയും കൊണ്ട് പോവില്ല. എന്തായാലും എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം ഷഹനാസിനുണ്ട്. തന്റെ മുന്നിൽ നേരിട്ട് വന്ന് രാഹുൽ സംസാരിക്കൂ, അല്ലെങ്കിൽ രാഹുലിന്റെ വീട്ടിലേക്ക് പോകാൻ തയ്യാറാണ് എന്ന് തന്നെയാണ് ഷഹനാസ് ഇപ്പോഴും ആവർത്തിക്കുന്നത്. ഈ വെല്ലുവിളി ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറ്റെടുക്കുമോ എന്നതാണ് കാണേണ്ടത്. അതാണ് എം.എ. ഷഹനാസ്, പ്രസാധകയും മുൻ യൂത്ത് കോൺഗ്രസ് നേതാവുമായ ഷഹനാസ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഓരോ ആരോപണങ്ങൾക്കും കൃത്യമായി മറുപടി നൽകുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ വെല്ലുവിളിക്കുന്നുണ്ട്. തനിക്കെതിരെ എന്തെങ്കിലും തെളിവുകളുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ തെളിവുകൾ പുറത്തുവിടട്ടെ എന്നാണ് ഷഹനാസ് വെല്ലുവിളിക്കുന്നത്. മാത്രമല്ല തൻ്റെ ഫോൺ ആരുടെ മുന്നിലും സമർപ്പിക്കാൻ തയ്യാറാണ്. രാഹുലിൻ്റെ മുന്നിൽ ഒരുപക്ഷെ താൻ നിന്നുകൊടുക്കാം. ഏത് ആരോപണത്തെയും കൃത്യമായ മറുപടി നൽകാമെന്നാണ് ഷഹനാസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിന് ഈ ഷഹനാസിൻ്റെ ആരോപണത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് മറുപടി പറയും, അതാണ് ഇനി കണ്ടറിയേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.